എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സീസർ സാലഡ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സീസർ സാലഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും ജിമ്മിൽ പോകുന്നവർക്കും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. ഫൈബറും അതുപോലെ തന്നെ പ്രോട്ടീനും അടങ്ങിയതുകൊണ്ട് തന്നെ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സീസർ സാലഡ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇന്ന് നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു സീസർ സാലഡ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ചിക്കൻ ബ്രസ്റ്റിനെ 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പറാണ് ചേർക്കുന്നത്. തരിയരിപ്പായി പൊടിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. നമുക്കിതൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. സീസർ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ലെറ്റ്യൂസാണ്, റോമൻ ലെറ്റ്യൂസ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ലെറ്റ്യൂസ് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇത് നമുക്കൊരു 10 മിനിറ്റ് നേരമാണ് ഐസ് വാട്ടറിലിട്ട് വയ്ക്കേണ്ടത്. അപ്പോഴേക്കും നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ലെറ്റ്യൂസായിട്ട് തന്നെ കിട്ടുന്നതാണ്. ലെറ്റ്യൂസിൻ്റെ ലീവ്സ് നമുക്ക് ഇതുപോലെ അടർത്തിയെടുക്കാം. കഴുകിയെടുത്ത ലെറ്റ്യൂസിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കല്ലുപ്പും കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാം. അങ്ങനെ കല്ലുപ്പൊക്കെ ചേർത്ത ശേഷം ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത ശേഷമാണ് കഴുകിയെടുക്കുന്നത്. ഓരോരോ ലീഫായിട്ട് എടുത്തിട്ട് വേണം നമുക്കിത് കഴുകിയെടുക്കാൻ. എടുത്തു വെച്ച് ലെറ്റ്യൂസിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർക്കുന്നുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് നേരം ഐസ് വാട്ടറിൽ ഇതുപോലെ ലെറ്റ്യൂസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് ക്രൂട്ടോൺസ് തയ്യാറാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 പീസ് വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു ദിവസം പഴക്കമുള്ള ബ്രെഡാണ്. കുറച്ച് ഹാർഡായിട്ടുള്ള ബ്രെഡ് വെച്ചിട്ട് വേണം ക്രൂട്ടോൺസ് തയ്യാറാക്കാൻ. അപ്പോൾ ഞാൻ ഈ 2 ബ്രെഡിന് ചെറിയ സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രെഡിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനകത്ത് ബ്രെഡൊക്കെ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ക്രൂട്ടോൺസ് തയ്യാറാക്കുന്നത്. ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അൺസാൾട്ടഡ് ബട്ടറാണ്. ഇത് ഈ ഒരു വലുപ്പത്തിലുള്ള ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടറിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മിൻസ് ചെയ്തിട്ടുള്ള ഗാർലിക്കാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മാഗ്നേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ പീസസ് ചേർക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ്. ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ച ശേഷം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 3 തൊട്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടുന്നതാണ്. ഇപ്പോൾ ഇത് ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് തിരിച്ചിടാവുന്നതാണ്. ആണിത് ഇരുവശവും ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുമ്പോഴേക്കും നമുക്കിനി പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ചിക്കൻ ബ്രസ്റ്റ് നമുക്ക് കട്ട് ചെയ്യാതെ അതുപോലെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് ശേഷം വേണമെങ്കിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഞാൻ പക്ഷേ കട്ട് ചെയ്ത ശേഷമാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഗാർലിക്കൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ് ഈ ചിക്കനിൽ നിന്ന് വരുന്നത്. അതിനകത്ത് ചിക്കനൊക്കെ നന്നായി കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ക്രൂട്ടോൺസാണ് തയ്യാറാക്കേണ്ടത്. ഈ ഒരു പാനിലേക്ക് തന്നെയാണ് ഞാൻ ഈ ഒരു ബ്രെഡ് ചേർക്കുന്നത്. ഈ ഒരു പാനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗാർലിക്കും കൂടി ചേർക്കുന്നുണ്ട്. ചിക്കൻ്റെ ഫ്ലേവറുള്ള ഈ ഒരു പാനിലേക്ക് തന്നെയാണ് നമ്മളിനി ബ്രെഡ് ചേർക്കുന്നത്. ഇനി ഞാൻ കൂടുതലായിട്ട് ബട്ടറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഗാർലിക്കിൻ്റെ നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മുടെ ഈ ക്രൂട്ടോൺസിന് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ബ്രെഡും നല്ല ഗോൾഡൻ കളർ ആവുന്നവരെയാണ് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനത്തെ നമ്മുടെ ബ്രെഡെല്ലാം 2 സൈഡും ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഇത്രയും ടോസ്റ്റ് ചെയ്ത് കിട്ടിയാൽ മതി. ഇനി നമുക്കത് പാനിൽ നിന്നും എടുത്തു മാറ്റാം. ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓരോ സാലഡിനും വ്യത്യസ്തം വെക്കുന്നത് അതിലെ ഡ്രസ്സിങ് ആണ്. അപ്പോൾ ഇതാണ് സീസർ സാലഡിൻ്റെ ഡ്രസ്സിങ്. ഇത് ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സിങ് ആണ്. അപ്പോൾ സീസർ സാലഡിൻ്റെ ഡ്രസ്സിങ് ഞാനിപ്പോൾ റെഡിമെയ്ഡായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. കാരണം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പലതും നമുക്ക് പല സ്ഥലത്തും അവൈലബിൾ അല്ല. അപ്പോൾ ഇതൊരു 1/4 കപ്പാണ് ഈ ഒരു ഡ്രസ്സിങ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇത് ഐസ് വാട്ടറിലൊക്കെ വെച്ച ശേഷം ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്കിതിൻ്റെ വെള്ളം മാറ്റിയ ശേഷം സാലഡ് സ്പിന്നർ വെച്ച് വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. ഇതാണ് നമ്മുടെ സാലഡ് സ്പിന്നർ. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ലെറ്റ്യൂസാണ് ചേർക്കുന്നത്. ഇനി ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളമെല്ലാം താഴത്തെ ബൗളിലേക്ക് വരുന്നതാണ്. സീസർ സാലഡ് തയ്യാറാക്കുമ്പോൾ ചിലർ ലെറ്റ്യൂസ് കട്ട് ചെയ്യാതെ ഇതുപോലെ നീളത്തിൽ തന്നെ വെക്കാറുണ്ട്. ഞാനിതിലിപ്പോൾ സ്ട്രിപ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ ലെറ്റ്യൂസും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. സാധാരണ സാലഡിൽ കട്ട് ചെയ്യുന്ന പോലെയല്ല, കുറച്ച് വലിയ പീസായിട്ടാണ് നമ്മൾ ഈ ഒരു സീസർ സാലഡിൽ ലെറ്റ്യൂസ് കട്ട് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് സാലഡ് ഒന്ന് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ പകുതി ലെറ്റ്യൂസാണ് ഈ ഒരു സാലഡ് ബൗളിലേക്ക് മാറ്റിയിരിക്കുന്നത്. ബാക്കി പകുതി ഞാൻ സെക്കൻഡ് ലെയറായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് സീസർ സാലഡ് ഡ്രസ്സിംഗ് ആണ് ചേർക്കുന്നത്. കുറച്ച് തിക്കായിട്ടുള്ള ഡ്രസ്സിംഗ് ആണിത്. അങ്ങനെ സാലഡ് ഡ്രസ്സിംഗ് ചേർത്ത ശേഷം പിന്നെ ചേർക്കേണ്ടതാണ് പാർമസിൻ ചീസാണ്. ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഗ്രേറ്ററിൻ്റെ ഈ ചെറിയൊരു ഹോളിലൂടെയാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നത്. അങ്ങനെ നമ്മൾ ചീസാണ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നത്. സീസർ സാലഡിന് ടേസ്റ്റ് നൽകുന്നതാണ് ഈ ഒരു പാർമസിൻ ചീസ്. അങ്ങനെ ഇത് ചീസൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ആണ്. ഇത് നമുക്ക് ആദ്യം പകുതി ചേർക്കാം. അതിനുശേഷം ചേർക്കുന്നത് ക്രൂട്ടോൺസ് ആണ്. ക്രൂട്ടോൺസ് എല്ലാം കഴിക്കുന്ന സമയത്താണ് ചേർക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ക്രഞ്ചിനെസ് നഷ്ടമായി പോവുള്ളൂ. ഇതിൻ്റെ മുകളിലായിട്ട് ചേർക്കുന്നത് ലെറ്റ്യൂസ് തന്നെയാണ്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് സീസർ സാലഡ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിക്കൻ പീസ് ചേർക്കുന്നു. ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാലഡാണ് സീസർ സാലഡ്. ഏറ്റവും മുകളിലായിട്ട് പാർമസിൻ ചീസും കൂടി ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. സീസർ സാലഡിൻ്റെ സാലഡ് ഡ്രസ്സിങ്ങിൽ ഓൾറെഡി ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായി പോവുകയുള്ളൂ. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് അല്പം പെപ്പർ പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. ഇനി നമുക്ക് സാലഡ് നന്നായി മിക്സ് ചെയ്തെടുക്കാനുണ്ട്. സാലഡ് ഡ്രസ്സിങ്ങും അതുപോലെ തന്നെ ക്രൂട്ടോൺസും ചിക്കനും എല്ലാം നന്നായി മിക്സായി വരണം. അപ്പോൾ വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ് സീസർ സാലഡ്. ഡയറ്റ് ചെയ്യുന്നവർക്കും ജിമ്മിൽ പോകുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാലഡാണ് സീസർ സാലഡ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് ലെറ്റ്യൂസും ചിക്കനും ക്രൂട്ടോൺസും കൂടി ചേർത്തിട്ടാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിനകത്ത് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഉപ്പൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല.